ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാ വിശേഷം കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും സേഫാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളിവിടെ നല്ല മഴയാണ്. മഴക്ക് അത് എന്താ പറയുക, മഴയ്ക്ക് അങ്ങനെ ശമനമൊന്നുമില്ല, പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വീഡിയോ കണ്ടാൽ തന്നെ അറിയാം, മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ എന്താ പറയുക, നമ്മൾ അടുക്കളയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് ചെറിയൊരു അനുഭവം ഉണ്ട്. അപ്പോൾ അത് പങ്കുവയ്ക്കാമെന്ന് വെച്ചിട്ടാണ് വീഡിയോ ചെയ്തത്. അനുഭവം എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ 2 ദിവസം മുമ്പ് സംഭവിച്ചൊരു കാര്യമാണ്. നമ്മളും ഇവിടെ മലയോര മേഖലയിൽ പെട്ട ഒരു സ്ഥലത്ത് തന്നെ ആണെങ്കിൽ കൂടി വലിയ മലകളൊന്നും ഇല്ലെങ്കിൽ ചെറിയ തോതിൽ ഡബ്ബറും മരങ്ങളൊക്കെ ഉള്ള ഒരു ഏരിയ തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മൾ വയനാട് ചുരത്തിൻ്റെ താഴെ തന്നെയാണ് നമ്മൾ സ്ഥിതി ചെയ്യുന്നത്, വീടുകളൊക്കെ. പക്ഷെ എന്നാലും ഇവിടെ അങ്ങനെ ഉരുൾപൊട്ടലും കാര്യങ്ങളൊന്നും ഇത്രയും കാലമായിട്ട് ഉണ്ടായിട്ടൊന്നും ഇല്ലെങ്കിൽ കൂടി ഇവിടെ മഴക്കാലമായാലും ഭയങ്കര കാറ്റാണ്. കാരണം മരങ്ങൾ കൂടുതലുള്ളൊരു ഏരിയയും കൊണ്ട് തന്നെ നല്ല മഴയും നല്ല കാറ്റും ഉണ്ടാവും. അപ്പം അതിൻ്റെ ഇടയിൽ മക്കൾ വന്ന് വിളിച്ച്, അപ്പം അതാണ്. അപ്പോൾ പിന്നെ പറഞ്ഞത് എന്താ വെച്ചാൽ, കാറ്റ് ഇവിടെ ഭയങ്കര കാറ്റാണ്, മഴ പോലെ തന്നെ. അപ്പം നമ്മളെ വീട്ടിൽ നമ്മളെ സ്ഥലത്ത് മരങ്ങളൊന്നും ഇല്ലെങ്കിൽ കൂടി നമ്മൾ അതിൽ ചുറ്റോടും നമുക്ക് വലിയ വലിയ മരങ്ങളുള്ള സ്ഥലം തന്നെയാണ്. അപ്പോൾ എന്ന് വെച്ചാൽ എന്താ സംഭവം എന്ന് വെച്ചാൽ, വർഷത്തിൽ ഇതിൻ്റെ ആൾക്കാരോട് നമ്മൾ മരം മുറിച്ച് തരാൻ പറയലുണ്ട്. പക്ഷേ ഓൾക്ക് എന്താ പറയുക, നമ്മളോട് മുറിച്ചോളി, നിങ്ങൾ മുറിപ്പിച്ചോളി എന്നാണ് ഓല് പറയുക. നമ്മളിപ്പോൾ ഒരു മരം വെട്ടുകാരനെ വിളിച്ചിങ്ങനെ 2 മരം നമുക്ക് മുറിച്ചാൽ തന്നെ 2500, മിനിമം 2000-2500 റുപ്യ പൈസ നമ്മൾ കൊടുക്കണം. നമ്മൾ ഈ മഴക്കാലമായി കഴിഞ്ഞാൽ ഏതൊരു കുടുംബത്തിൻ്റെ സ്ഥിതി എന്ന് വെച്ചാൽ സാമ്പത്തികമായിട്ട് എല്ലാവരും പണിയും കാര്യങ്ങളൊക്കെ കുറവായിരിക്കും. ഉള്ളവരോട് നമ്മൾ പറയുകയാണ്, ഉള്ള ആൾക്കാരോടാണ് നമ്മൾ ഇതിൻ്റെ ഉടമകളോട് മുറിച്ച് തരാൻ പറയുന്നത് വെച്ചാൽ ഓർക്കത് മുറിച്ച് തരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം എന്താ വെച്ചാൽ ഒരു മഴയത്തു നിന്ന് ഇങ്ങോട്ട് അവർക്ക് അനങ്ങാൻ കഴിയൂല. അപ്പം ഈ കഴിഞ്ഞ പ്രാവശ്യമൊന്നും നമുക്ക് അങ്ങനെ ചെയ്തു തന്നില്ല. ഇപ്രാവശ്യം എന്ന് വെച്ചാൽ അവിടെ ശക്തിയായ മഴയും, പിന്നെ ഞങ്ങളിവിടെ വീട്ടിൽ കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ താമസമില്ലായിരുന്നു. ഇപ്രാവശ്യം ഞങ്ങളിവിടെ താമസമായത് കൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് തവണ അവരോടിത് മരം മുറിച്ച് തരാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. അപ്പോൾ ഒരു വരാമെന്ന് പറയാമെന്നല്ലാതെ ഇന്ന് ഈ സമയം വരെ അവിടെ നിന്ന് അനങ്ങിയിട്ട് പോലുമില്ല. അപ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് ഒരു 2 മണി 3 മണിക്ക് ശേഷം രാത്രിയാണ് ശക്തിയായ കാറ്റ് വരിക. ഈ കാറ്റ് വരുന്ന സൗണ്ട് കേട്ടാൽ ചിലപ്പോൾ ഉരുൾ പൊട്ടി വരുന്ന സൗണ്ട് പോലെയാണോ, മഴ ഇടിഞ്ഞു വീഴുന്ന സൗണ്ടാണോ എന്നറിയില്ല, അമ്മാതിരി കാറ്റാണ്. അപ്പോൾ ഈ കാറ്റത്തൊക്കെ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ഉറങ്ങാണ്ട് ഇങ്ങനെ കുത്തിരിക്കണം. കാരണം നമ്മുടെ വീടിൻ്റെ മണ്ടയിലേക്ക് ഇങ്ങനെ മരമൊക്കെ മുറിഞ്ഞ് വീകുന്ന ഒരു സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ, ഞാൻ ഇതിൻ്റെ ആൾക്കാരെ ഇത് മുറിച്ച് തരാൻ വേണ്ടിയിട്ട് വിളിച്ചിട്ട് 2-3 ദിവസം കഴിയട്ടെ ഓല് വന്ന് നോക്കാമെന്ന് പറഞ്ഞാൽ. 2-3 ദിവസം ഇപ്പം തന്നെ കഴിഞ്ഞിട്ട് ഓല് ഇതുവരെ വന്ന് നോക്കിയിട്ടില്ല. പക്ഷെ നമ്മളിവിടെ ഈ പ്രദേശത്ത് എല്ലാ സ്ഥലത്തും മരം ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ എല്ലാ വീട്ടുകാരും മരം മുറിപ്പിക്കാൻ വേണ്ടി വന്നപ്പോൾ നമ്മളും നമ്മൾ ഈ മരം മുറിപ്പിച്ചു. കാരണം നമ്മളെ വീടിൻ്റെ മുകളിലേക്ക് വീണാൽ നമുക്കാണല്ലോ പോവുക, നമുക്കേ നഷ്ടം വരാനുള്ളൂ. ഈ മുറിച്ച് തരേണ്ട ആൾക്കാർക്ക് ഒരു നഷ്ടവും. ഓല് ചിലപ്പം വന്നിങ്ങനെ വീടിൻ്റെ മുകളിൽ ഇടിഞ്ഞ് വീണാൽ ഓല് അന്നേരം വന്നിങ്ങാനത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കി തരുമായിരിക്കും. പിന്നെയെന്ന് വെച്ചാൽ ഞാൻ അന്ന് രാവിലെ ഓരോട് വിളിച്ച് കാര്യം പറഞ്ഞപ്പം എനിക്ക് ഇവിടെ അടുക്കള ഭാഗം ഞങ്ങൾ ഓടിട്ടതാണ്. അപ്പോൾ ഓരോ തെങ്ങിൻ്റെ മണ്ടയിലുള്ള ഓലമടൽ വീണിട്ട് ഒരു ഭാഗം ഓട് പൊട്ടുകയാണ്. അപ്പോൾ ഈ മരത്തിൻ്റെ കാര്യമൊക്കെ ചോരുന്ന കാര്യം ഇവരോട് പറഞ്ഞപ്പോൾ വെള്ളം അകത്തേക്ക് വീഴും ഇങ്ങനെ ഡാല് പറഞ്ഞപ്പോൾ ഒരു പറഞ്ഞെന്താ അറിയാം, അകത്തേക്ക് അങ്ങനെ വെള്ളം വീഴുകയാണെങ്കിൽ നിങ്ങൾ ഒരു പാത്രം എടുത്ത് അങ്ങ് വെച്ചേക്കിന്ന്. ഒരിക്കലും അങ്ങനെ ഒരു വർത്താനം പോലും പറയരുത്. പിന്നെ ഞാൻ അന്നേരത്തെ ഒരു മാനസികാവസ്ഥ അങ്ങനെ ആയതുകൊണ്ട് പിന്നെ ഓരോട് ഒരു മറുപടി ഞാൻ പറഞ്ഞില്ല. അതിനുള്ള മറുപടി ഞാൻ അന്നേരം തന്നെ ഓർക്ക് കൊടുത്തേനെ. പക്ഷേ അന്ന് രാവിലെ തന്നെ ഈ മരം മുറിക്കാനുള്ള ആൾക്കാർ ഇതിലങ്ങനെ വന്നപ്പോൾ നമ്മൾ ഓലെക്കൊണ്ട് മരം മുറിപ്പിച്ച് നമ്മൾ തന്നെ പൈസയും കൊടുത്ത് മരം മുറിപ്പിച്ച്. ആ മരം മുറിച്ചോ നിങ്ങൾ എന്താക്കിന്ന് ഈ സമയം വരെ ഓല് വന്നെങ്ങാൻ നോക്കിയിട്ടില്ല, ചോദിച്ചിട്ടുമില്ല. അതുകൊണ്ട് തന്നെ നമ്മളിനിപ്പോൾ ആ മരം മുറിച്ചിട്ട് നമുക്കിനി ആ മരം മുറിച്ചതിൻ്റെ പൈസ ഓല് നമുക്ക് തരണ്ടേ. കാരണം ഓല് മുറിക്കേണ്ട മരമല്ലേ. അപ്പോൾ ഈ മരം ഇനി ഒന്നെങ്കിലും ഓല് എടുത്തിട്ട് നമുക്ക് പൈസ തരണം, അല്ലെങ്കിൽ നമ്മൾ എടുക്കേണ്ടി വരും. കാരണം നമ്മളെ പൈസ കിട്ടണമല്ലോ. ഈ സാഹചര്യത്തിലും ഇങ്ങനെ എന്താ പറയുക, മഴക്കാലമായതുകൊണ്ട് പണിയും കാര്യങ്ങളൊക്കെ കുറവായിരിക്കും. അപ്പോൾ അങ്ങനെയും ബുദ്ധിമുട്ടായിട്ടേക്കും ഓരോ കുടുംബവും മുന്നോട്ട് പോകണം. അപ്പോൾ ആ സാഹചര്യത്തിൽ നമ്മളെയുള്ള പൈസ എടുത്ത് നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ നമ്മളെ വീട് പോകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അന്നേരം അങ്ങനെ ചെയ്തെന്ന് മാത്രം. പക്ഷേ ഈ പറഞ്ഞ മറുപടി ഒരിക്കലും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു കാര്യവുമില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഇതേപോലെ ബുദ്ധിമുട്ടുന്ന ആൾക്കാർ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്നവർ പിന്നെ
അവർക്ക് എന്താ പറയുക, ഇങ്ങനെയുള്ള മരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മുറിച്ച് മാറ്റി കൊടുക്കുക, മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാണ്ട്. കാരണം ഒരു കുടുംബം എന്ന് പറഞ്ഞാൽ എത്ര കഷ്ടപ്പെട്ട ഒരു വീടാണെങ്കിലും ഉണ്ടാക്കി കൊണ്ടുവരുന്നതെന്നുള്ള നമുക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് നമുക്കറിയാം. അതൊക്കെ പൊളിഞ്ഞു പോകുക, നഷ്ടപ്പെട്ടു പോകുക എന്ന് പറഞ്ഞാൽ ഭയങ്കര വിഷമമുള്ള കാര്യമാണ്. അപ്പോൾ നമുക്ക് പിന്നെ അതുപോലൊന്ന് കെട്ടിപ്പൊക്കാനും കഴിയൂല. അതുകൊണ്ട് തന്നെ ദയവ് ചെയ്തിട്ട് ആൾക്കാരെ നമ്മളിങ്ങനെ ഉപദ്രവിക്കാണ്ട് ഇതേപോലെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിക്കുക എന്നൊരു കാര്യം എനിക്ക് പറയാനുണ്ട്. അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ ആരാണെങ്കിലും ഇങ്ങനെയുള്ള വിഷമങ്ങളിൽ നിന്ന് എല്ലാവരെയും അങ്ങോട്ടും ഇങ്ങോട്ടും മാക്സിമം സംരക്ഷിക്കുകയും ഇതാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ചെയ്യുക. അപ്പോൾ വീഡിയോ കാണുന്നവർ വീഡിയോ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഈ ഒരു മഴയത്താണെങ്കിലും ഞാനിങ്ങനെ നമ്മൾ മരം മുറിച്ചിട്ട്, ഇനിയിപ്പോൾ വീഡിയോ നല്ല മഴയാണ്, വീഡിയോ എനിക്ക് കാണിക്കാൻ കഴിയില്ല മരം മുറിച്ചിട്ടത്. കാരണം അവിടെയൊക്കെ മരം മുറിച്ചിട്ടുണ്ട് കണ്ടോ, ഒക്കെ മുറിച്ചിട്ടതാണിതാ. ഈ മരങ്ങളൊക്കെ നമ്മൾ കാണുന്നതൊക്കെ നമ്മൾ വീടിൻ്റെ മേലേക്കുള്ളത് നമ്മൾ മുറിച്ചതാണ് കണ്ടോ. അപ്പോൾ എല്ലാവരും പിന്നെ ഈ ഒരു അവസ്ഥയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഒരുമിച്ച് എന്താ പറയുക സഹകരിക്കുക എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ബൈ.